Good morning, my dear students. We are going to discuss the problems based on Jee-Advanced model, and the chapters are chemical bonding, then redox reactions, isomerism, reaction mechanism. അപ്പോൾ Jee-Advanced രണ്ട് പേപ്പറുണ്ട്. ഈ രണ്ട് പേപ്പറിലെയും മോഡലുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ സെക്ഷൻ 1 സിംഗിൾ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് only one correct option, that is the model section 1. Question number 1. Which among the following is not a disproportionation reaction? What is a disproportionation reaction? Reaction in which oxidation number increase and oxidation number decrease takes place for the same element. For example, consider option A, S3PO2. Let us find the oxidation number of phosphorus here. Plus 3 plus x minus 4 is equal to 0. X is plus 1. So in S3PO2, oxidation number of phosphorus is plus 1. Now consider S3PO3. Plus 3 plus x minus 6 is equal to 0. X is equal to plus 3. അതായത് ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 നിന്ന് +3 ആയി കൂടി. നെക്സ്റ്റ് PS3. ഫോർ PS3, oxidation number of phosphorus is x plus 3 is equal to 0. x is equal to -3. അപ്പോഴെന്ത് സംഭവിച്ചു നോക്കിക്കേ. S3PO2 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 നിന്ന് +3 ആയി ഇൻക്രീസ് ചെയ്തു, +1 നിന്ന് -3 ആയി ഡിക്രീസ് ചെയ്തു. Such a reaction is called disproportionation reaction. Therefore, in disproportionation reaction, increase in the oxidation number and decrease in the oxidation number takes place for the same element. അങ്ങനെ ഇത് ഓരോന്നും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഓപ്ഷൻ ഡിയിൽ അങ്ങനെയല്ല. ഓപ്ഷൻ ഡിയിൽ ഇൻക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പറും സംഭവിച്ചത് ഒരു വ്യക്തിക്കല്ല, രണ്ട് വ്യക്തികൾക്കാണ്. സോ ലെറ്റ് us see ammonium nitrate. Ammonium nitrate contains NH4 plus and NO3 minus 1. In NH4 plus, oxidation number of nitrogen is x plus 4 is plus 1 and x is equal to -3. ഇത് -3 ആണ്. But in NO3 minus 1, oxidation number is x minus 6 is equal to -1, x is equal to plus 5. അപ്പോൾ ഈ അമോണിയം നൈട്രേറ്റിൽ നൈട്രജന് തന്നെ രണ്ട് ഡിഫറെൻ്റ് ഓക്സിഡേഷൻ നമ്പർ -3 +5. Then it is converted to N2O. In N2O, oxidation number of nitrogen 2x minus 2 is equal to 0, x is equal to +1. -3 +1 ആയി കൂടി, +5 +1 ആയി കുറഞ്ഞു. രണ്ടും സംഭവിച്ചത് രണ്ട് വ്യക്തികളിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് ഇൻട്രാമോളിക്കുലാർ റിഡോക്സ് റിയാക്ഷൻ എന്നേ പറയൂ, ഡിസ്പ്രൊപ്പോർഷനേഷൻ അല്ല. ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചത് ഒരേ മോളിക്കൂളിലെ രണ്ട് വ്യക്തികളിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രാമോളിക്കുലാർ റിഡോക്സ് റിയാക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിസ്പ്രൊപ്പോർഷനേഷൻ. Therefore, answer is option D. Next one.
Correct order of the dipole moment is 4 molecules are given: methane, NF3, NS3, H2O. CH4 is tetrahedral molecule, symmetric molecule. ഇതിൽ കാർബൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഇവിടേക്കൊരു പുഷിങ്, അതായത് ഡൈപോളുകളെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചു. ഇതും ഇങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ക്യാൻസലായി പോകും. ദെയർഫോർ ഫോർ സിമെട്രിക് മോളിക്യൂൾ dipole moment becomes 0. Now the next one, NF3. NF3 molecule is pyramidal with a lone pair. Fluorine is more electronegative. Dipole ഇങ്ങോട്ടാണ്, ഇവിടെയും ഡൈപോൾ ഇവിടേക്കാണ്. ബിക്കോസ് ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇവിടെ ഡൈപോളുകൾ ചിതറിപ്പോയി. ഡൈപോൾസ് ആർ സ്കാറ്റേഡ്. പിന്നെ ഒരു ഓർബിറ്റൽ ഡൈപോൾ ഉണ്ടാകും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വൺ ലോൺ പെയർ. നൗ കൺസിഡർ അമോണിയ. ഇൻ അമോണിയ pyramidal shape and there is a lone pair. Nitrogen is more electronegative than hydrogen. അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ പിടിവലി നൈട്രജനിലേക്കാണ്. ഡൈപോളുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഡൈപോളുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഡൈപോൾ മൊമെൻ്റ് കൂടുന്നു. ഹിയർ ഡൈപോൾസ് ആർ സ്കാറ്റേഡ്. ഹിയർ ഡൈപോൾസ് ആർ റീഇൻഫോഴ്സിങ്. ഡൈപോളുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു. പിന്നെ ഓർബിറ്റൽ ഡൈപോൾ ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഡൈപോൾ മൊമെൻ്റ് കൂടുതലാർക്കാണ്? അമോണിയ. ബിക്കോസ് ഡൈപോൾസ് ആർ റീഇൻഫോഴ്സിങ്. നെക്സ്റ്റ് ഈസ് വാട്ടർ. വാട്ടർ മോളിക്യൂൾ ഈസ് ബെൻഡ് ഇൻ ഷേപ്പ് ആൻഡ് ഓക്സിജൻ ഈസ് ഹാവിങ് 2 ലോൺ പെയേഴ്സ്. അതുകൊണ്ട് ഇതിന് 2 ഓർബിറ്റൽ ഡൈപോളുകൾ ഉണ്ടാകും. പിന്നെ ഈ 2 ഡൈപോളുകളും. ഓർബിറ്റൽ ഡൈപോൾ കൂടിയാൽ ഡൈപോൾ മൊമെൻ്റ് കൂടും. അപ്പോൾ ഈ 4 പേരിൽ ഏറ്റവും കുറഞ്ഞ ഡൈപോൾ മൊമെൻ്റ് മീഥൈൻ സിമെട്രിക് ആയതുകൊണ്ട് ക്യാൻസലായി. ഡൈപോൾ മൊമെൻ്റ് ബിക്കം 0. ഇവിടെ ലോൺ പെയർ ഏറ്റവും കൂടുതലുള്ളത് വാട്ടറിലാണ്. ലോൺ പെയർ കൂടുമ്പോൾ ഓർബിറ്റൽ ഡൈപോൾ കൂടുന്നു, ഡൈപോൾ മൊമെൻ്റ് മാക്സിമം. ഇനി ഇത് രണ്ടും എടുക്കുമ്പോൾ ഇവിടെ ഡൈപോളുകൾ റീഇൻഫോഴ്സ് ചെയ്തു. ഹിയർ ഡൈപോൾസ് ആർ സ്കാറ്റേഡ്. ദെയർഫോർ ദിസ് ഈസ് ദി ഓർഡർ ഓഫ് ദി ഡൈപോൾ മൊമെൻ്റ്. ആൻസർ ഓപ്ഷൻ എ. മാക്സിമം ഫോർ വാട്ടർ, then comes ammonia, then comes NF3, then comes methane. Next, equivalent mass of MnSO4 is half its molar mass when it is converted into. Equivalent mass of an oxidizing or reducing agent is given by molar mass by change in oxidation number. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെയോ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെയോ ഇക്വലൻ്റ് മാസ് കാണാൻ എന്ത് ചെയ്യണം? മോളാർ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ക്വസ്റ്റ്യൻ, ഇക്വലൻ്റ് മാസ് ഓഫ് MnSO4 ഈസ് ഹാഫ് ഇറ്റ്സ് മോളാർ മാസ് വരണമെങ്കിൽ ദാറ്റ് ഈസ് m/2 വരണമെങ്കിൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ 2 ആയിരിക്കണം. Listen, MnSO4 when converted to MnO2, what is the oxidation number of Mn? SO4 minus 2, Mn plus 2. MnO2, x minus 4 is 0, x is plus 4. Therefore, the change is 2, and therefore equivalent mass of MnSO4 is molar mass by change in oxidation number 2. Therefore, answer option B. ബാക്കിയുള്ള കേസുകളിലൊന്നും
Change in oxidation number 2 alla. Therefore answer option B. Next, choose the correct order of decreasing basic strength of the following compounds in aqueous solution: aniline, ethylamine, ammonia, dimethylamine. ആദ്യം aniline. Aniline NH2, nitrogen is having a lone pair. Lone pairൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും ബേസിക് ക്യാരക്ടർ കൂടി വരും. പക്ഷേ ഇതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. ഈ ഇലക്ട്രോൺ പെട്ടെന്ന് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് ഒഴുകും. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് പ്ലസാർ എഫക്റ്റ്. Benzene ring is a conjugated system, therefore lone pair flows into the conjugated system. That phenomenon is called plusar. ആ പ്ലസാർ എഫക്റ്റ് സംഭവിക്കുമ്പോൾ നൈട്രജൻ്റെ ലോൺ പെയർ കുറഞ്ഞു പോയി, നൈട്രജൻ്റെ അല്ലെങ്കിൽ ലോൺ പെയറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോയി, ബേസിക് ക്യാരക്ടർ കുറഞ്ഞു പോയി. നെക്സ്റ്റ്, ഈഥൈലമീൻ. ഈഥൈൽ അമീൻ, നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയറുണ്ട്. ഈഥൈൽ ഗ്രൂപ്പ് ഈസ് an alkyl group. All alkyl group is having plus I effect. ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ പുഷിങ്ങിൻ്റെ പേരാണ് പ്ലസ് ഐ എഫക്റ്റ്. ആ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ പുഷിങ് കൊണ്ട് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കുതിച്ചുയർന്നു due to the pushing, and therefore basic character increases. Next, ammonia. In the case of ammonia, there is a lone pair. ഇത് കൂടുന്നില്ല, കുറയുന്നില്ല. ഇവിടെ ലോൺ പെയറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു, ഇവിടെ ലോൺ പെയറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി. ഇവിടെ ലോൺ പെയറിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മാറ്റമൊന്നും ഇല്ല. നെക്സ്റ്റ്, CH3 twice NH. CH3 twice NH. ഇവിടുത്തെ പ്രത്യേകത, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്, അതുകൊണ്ട് രണ്ട് പ്ലസ് ഐ എഫക്റ്റ് ഉണ്ട്. ആ രണ്ട് പ്ലസ് ഐ എഫക്റ്റിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് കുതിച്ചുയർന്നു, ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ് ഷാർപ്പിലി. ഇവിടെ ഒരാൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ, ഇവിടെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുമ്പോൾ പ്ലസ് ഐ എഫക്റ്റ് കുതിച്ചുയരും, ഇലക്ട്രോൺ ഡെൻസിറ്റി കുതിച്ചുയരും, ബേസിക് ക്യാരക്ടർ ഉയരും. Therefore, maximum basic character for dimethylamine. Then comes ethylamine. Then comes ammonia. Minimum for aniline. Therefore, answer option B. Maximum for 4. Then comes 2. Then comes 3. Then comes 1. Answer option B. Next, സെക്ഷൻ 2. ആ സെക്ഷൻ 2-ൽ ഒരു ക്വസ്റ്റ്യൻ സ്റ്റെമ്മാണ്. അപ്പോൾ ആ സ്റ്റെമ്മിൽ രണ്ട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും. ആ രണ്ടെണ്ണത്തിൻ്റെയും ആൻസർ നമുക്ക് പറയണം. നമ്പർ ഓഫ് ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് പെൻഡ് 3n2-ol are. ആദ്യം value of A is pendant 3n2-ol. Pendant 2-ol 3-ene. That is CH3, CHOH, CH, CH, CH3. There is a carbon-carbon double bond. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾക്ക് കാണിക്കാവുന്ന ഐസോമറിസമാണ് ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ ആ രണ്ട് കാർബണിലെ രണ്ട് ഹൈഡ്രജനും ഒരേ സൈഡിലിരുന്നാൽ സിസ് ഐസോമർ, എന്നാൽ ഇങ്ങനിരുന്നാലോ ട്രാൻസ് ഐസോമർ. Therefore, due to the presence of this carbon double bond, ഇതിന് രണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. വൺ ഈസ് സിസ് ഐസോമർ, another is called
ട്രാൻസ് ഐസോമർ. അപ്പോൾ സിസുമുണ്ട് ട്രാൻസുമുണ്ട്. ക്വസ്റ്റ്യൻ, ജോമെട്രിക്കൽ ഐസോമേഴ്സ് എ. ഹൗ മെനി ജോമെട്രിക്കൽ ഐസോമേഴ്സ്? 2. Therefore ആൻസർ ഈസ് 2. 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. ഇനി ആ സ്റ്റെമ്മിലെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ പോസിബിൾ? അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വരുന്നതേ ഉള്ളൂ. ലിസൺ ഹിയർ. ദിസ് കാർബൺ ഈസ് കോൾഡ് കൈറൽ കാർബൺ. ഈ കാർബണിൻ്റെ 4 വാലൻസികളിൽ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാണ്. സച്ച് എ കാർബൺ ഈസ് കോൾഡ് കൈറൽ കാർബൺ. കൈറൽ കാർബൺ ഉള്ള എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കും എന്തുണ്ട്? ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒരു ഡെസ്ട്രോയുമുണ്ട്, ലീവോയുമുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു ഡെസ്ട്രോയും ഉണ്ടാകും, ഒരു ലീവോയും ഉണ്ടാകും. Therefore geometrical isomers 2, optical isomers also 2. Therefore സ്റ്റെമ്മിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2, വാല്യൂ ഓഫ് ബി ഈസ് ഓൾസോ 2. അതായത് ഈ കോമ്പൗണ്ടിൻ്റെ 50 ഗ്രാം വേണമെന്ന് പറഞ്ഞ് കടയിൽ ചെന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾക്ക് സിസിൻ്റെ ഡി വേണോ, സിസിൻ്റെ എൽ വേണോ, ട്രാൻസിൻ്റെ ഡി വേണോ, ട്രാൻസിൻ്റെ എൽ വേണോ, ഡെസ്ട്രോ ലീവോ. അങ്ങനെ ഇതിന് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടാകും. സ്റ്റീരിയോ ഐസോമേഴ്സ് 4 എണ്ണം, 2 ജോമെട്രിക്കലും 2 ഒപ്റ്റിക്കലും. സോ ആൻസർ ഈസ് 2 ഈച്ച്. നെക്സ്റ്റ്, value of x and y in the following redox reaction is. വാല്യൂ ഓഫ് എക്സും അറിയണം, വൈയും അറിയണം. ആദ്യം ഇതിനകത്തെ വാല്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദ റിയാക്ഷൻ ഈസ് Cl2 plus 6OH minus gives ClO3 minus 1 plus YCl minus plus 3H2O. The X. ആ എക്സ് ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. എക്സ് ഈ റിയാക്ഷനിലുണ്ടായ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് സംഭവിച്ചത് ഒരു വ്യക്തിക്ക് മാത്രമാണ്. ഇറ്റ് ഈസ് ക്ലോറിൻ. ഒരു ClO3 -1 ആയി മാറി. അടുത്ത Cl -1 ആയി മാറി. ഇതിൻ്റെ രണ്ടിൻ്റെയും ചേഞ്ച് കണ്ടതിന് ശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഹിയർ 0, ഹിയർ +5. x minus 6 is -1, x is +5. Here 0, here it is -1. ഇവിടുത്തെ ചേഞ്ച് എത്രയാണ്? 5. ഇവിടുത്തെ ചേഞ്ച് എത്രയാണ്? 1. അപ്പോൾ ഈ 5നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതിന് മാത്രമാണ് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഉണ്ടായത്, വേറെ ആർക്കും ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഇല്ല. Therefore total chlorine is 6 chlorine. 6 chlorine is 3Cl2. അപ്പോൾ കിട്ടി. അവിടെ എത്ര Cl2 ഉണ്ട്? 3Cl2. Therefore x is 3. ഇനി നമുക്ക് y കൂടി കണ്ടുപിടിക്കാം. 3Cl2, അതിൽ ഇവിടെ ഒരു Cl ഉണ്ട്. അപ്പോൾ ബാക്കി 5Cl മൈനസ് ഇവിടെ വരണം. ബാക്കിയെല്ലാം ബാലൻസ്ഡാണ്. അപ്പം 6 chlorine, 1 chlorine is here, remaining 5 chlorine atoms here, and therefore y will be 5 and x will be 3. ഇവിടെ ചോദ്യം വാല്യൂ ഓഫ് x ആണ് 3. അടുത്തത് വാല്യൂ ഓഫ് y. y will be, that is option D. That is the answer. Next, അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പിലാണ്. കാർബോ കാറ്റയോൺ ക്യാൻ. ഒരു കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ CH3 CH2 CH2 plus. This is a carbocation. ഡൈമറൈസ് ഇല്ല.
ഡൈമറൈസേഷൻ നടക്കണമെങ്കിൽ ഫ്രീ റാഡിക്കലുകൾ മാത്രമേ ഡൈമറൈസേഷൻ നടക്കൂ. CH3 ഡോട്ട് ആൻഡ് CH3 ഡോട്ട്, ആ ഡോട്ടും ഡോട്ടുമായി ചേർന്നൊരു ബോണ്ട് ഉണ്ടാകാം, ഡൈമറൈസേഷൻ ഉണ്ടാകാം. അതുകൊണ്ട് കാർബോകാറ്റയോൺ ഫ്രീ ഇലക്ട്രോൺ ഇല്ല, ഡൈമറൈസേഷൻ നടക്കില്ല. നെക്സ്റ്റ്, rearrange to give a more stable carbocation. It is correct. Why? This is a primary carbonium ion. ഈ കാർബൺ സെക്കൻഡറി ആണ്. അതുകൊണ്ട് ഈ പ്ലസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ CH3 CH പ്ലസ് CH3 ആകാം. ഇതിൻ്റെ പേരാ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് കാർബോണിയം അയോൺ. ദിസ് ഈസ് പ്രൈമറി, ദിസ് ഈസ് സെക്കൻഡറി. സെക്കൻഡറി കാർബോണിയം അയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി. അപ്പോൾ പ്രൈമറി കാർബോണിയം അയോൺ സെക്കൻഡറിയും ടെർഷ്യറിയും ആകാൻ കഴിയും റീഅറേഞ്ച്മെൻറ്റ് നടന്നാൽ. That is correct. Next, elimination of a proton to give an alkene. അതും കറക്റ്റാണ്. ഇവിടെ നിന്ന് ഒരു H+ ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ ഒരു CH- വരും. CH-, കാരണം H ഇലക്ട്രോൺ എടുക്കാതെ ഇറങ്ങിയപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടാകും. ആ 2 ഇലക്ട്രോൺ ഇവിടേക്ക് വന്നൊരു ബോണ്ടുണ്ടായി, CH3 CH ഡബിൾ ബോണ്ട് CH2 ഉണ്ടാകാം. ഇവിടുന്ന് H+ ഇറങ്ങി, 2 ഇലക്ട്രോൺ അവിടെയുണ്ട്. ആ ഇലക്ട്രോൺ കൊണ്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും, ഇതിൻ്റെ പ്ലസ് ഇല്ലാതാകും. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആൻ ആൽക്കീൻ. ദാറ്റ് ഈസ് പോസിബിൾ. എലിമിനേഷൻ ഓഫ് എ പ്രോട്ടോൺ ടു ഗിവ് ആൻ ആൽക്കീൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, add on to a nucleophile to form a stable compound. That is also correct. See, OH- is an example for a nucleophile. Immediately nucleophile will be added to the positively charged carbon, forming an alcohol CH3 CH2 CH2OH. Therefore, answer B correct, C correct and D correct. ഇതിൽ തെറ്റൊന്നു മാത്രമേയുള്ളൂ. നോ ഡൈമറൈസേഷൻ ഫോർ കാർബോകാറ്റയോൺ. ഡൈമറൈസേഷൻ നടക്കുന്നത് ആര് മാത്രമാണ്? ഓൺലി ഫ്രീ റാഡിക്കൽസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻ പാരാമാഗ്നറ്റിക് സ്പീഷീസ് ഓൺലി? എങ്ങനെയാണ് പാരാമാഗ്നറ്റിക്കാണോ ഡയാമാഗ്നറ്റിക്കാണോ എന്നറിയുന്നത്? മൊത്തമുള്ള ഇലക്ട്രോൺ എണ്ണി നോക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഓഡ് നമ്പർ ഓർ 10 or 16. ഇറ്റ് വിൽ ബി പാര. മൊത്തമുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം ഓഡ് നമ്പറോ 10 or 16. ഇതിനകത്ത് 2 ഈവൻ ഉണ്ട്, 10 ഉം 16 ഉം. ബാക്കിയെല്ലാം ഓഡ് നമ്പർ. ഇറ്റ് ഈസ് പാര. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈവൻ നമ്പർ എക്സെപ്റ്റ് 10 and 16. 10 ഉം 16 ഉം ഇവിടെ പോയി. 10 ഉം 16 ഉം ഒഴികെ ഈവൻ നമ്പർ ഏത് വന്നാലും ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. അപ്പം നോക്കാം. S2 2 electron, Li2 6 electron, C2 12 electron. ഇത് 2ഉം 6ഉം 12ഉം എല്ലാം ഡയാമാഗ്നറ്റിക്കാണ്. ഇനി O2 16 ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക്. NO നൈട്രജൻ 7 oxygen 8 15. It is paramagnetic. 15 is an odd number. B2 total 10 electron. 10 electron is also paramagnetic. അതുകൊണ്ട് ഇത് മൂന്നും പാരാമാഗ്നറ്റിക് ആണ്. അടുത്തത് N2 14 ഇലക്ട്രോൺ ഡയാമാഗ്നറ്റിക്. CO 6 + 8 14 ഇലക്ട്രോൺ ഡയാമാഗ്നറ്റിക്. NO plus 7 + 8 15 - 1 14 ഇലക്ട്രോൺ. അത് മൂന്നും ഡയാമാഗ്നറ്റിക്കാണ്. ഇനി ഇതുകൂടി നോക്കാം. O2 - 17 ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക്. N2 + 13 ഇലക്ട്രോൺ
paramagnetic. He2 plus 3 electron paramagnetic. അതുകൊണ്ട് കംപ്ലീറ്റ് പാരാമാഗ്നറ്റിക് ആയ സ്പീഷീസ് ഈ രണ്ട് കേസുകൾ ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ആർ കറക്റ്റ്. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് വിത്ത് മാച്ച് ലിസ്റ്റ് 2. അപ്പോൾ ഇത് ലിസ്റ്റ് മാച്ച് ചെയ്യണം, ഇതും കൂടി നമുക്ക് മാച്ച് ചെയ്ത് നോക്കണം ഏതാണ് കറക്റ്റ് ആൻസർ. ഓരോ കേസുകൾ എടുക്കാം. ഒന്ന്, B2 മൊത്തം 10 ഇലക്ട്രോൺ ഉണ്ട്. അത് പാരാമാഗ്നറ്റിക്കാണ്. അതിൻ്റെ ബോണ്ട് ഓർഡർ 10 ഇലക്ട്രോൺ വരുമ്പോൾ ബോണ്ട് ഓർഡർ 1 ആയിരിക്കും. B2 10 ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക്, ബോണ്ട് ഓർഡർ 1. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഏതാണെന്ന് നോക്കിക്കേ. B2. അതിനനുയോജ്യമായ ഒറ്റ ആൻസറേ ഉള്ളൂ, ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ 1-ന് നേരെ ബി മാത്രമാണ്, ദാറ്റ് ഈസ് ഓൺലി പി. നെക്സ്റ്റ്, N2. There are 14 electrons. It is diamagnetic and bond order is 3. അപ്പോൾ നൈട്രജൻ അനുയോജ്യമായ ആൻസർ ഡയാമാഗ്നറ്റിക്കുമുണ്ട്, അതോടൊപ്പം ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് ഗ്രേറ്റർ ദാൻ ആണ്. അതുകൊണ്ട് നൈട്രജന് 2 ആൻസറുണ്ട്, ഡയാമാഗ്നറ്റിക്കുമാണ്, ബോണ്ട് ഓർഡർ ഈസ് ഗ്രേറ്റർ ദാൻ 2. Q ആൻഡ് S. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1-ന് നേരെ പി, 2-ന് നേരെ Q ആൻഡ് S. ഇനി O2 മൈനസിലേക്ക് പോകാം. മറക്കരുത്, O2 മൈനസിൻ്റെ പേരാണ് സൂപ്പർ ഓക്സൈഡ്. O2 2 മൈനസിൻ്റെ പേരാണ് പെറോക്സൈഡ്. O2 2 minus is called peroxide. O2 minus 1 is called superoxide. How many electron? 17 electron, and it is paramagnetic. Bond order is 1.5. 17 electron വന്നാൽ bond order 1.5 ആയിരിക്കും. അപ്പോൾ O2 മൈനസിന് അനുയോജ്യമായ ആൻസറുകൾ എന്തൊക്കെയാണ്? It is paramagnetic and bond order, and it is superoxide, P and R. Therefore P and R. Next one, O2. O2 16 electron, it is paramagnetic and bond order is 2. അപ്പോൾ O2-ന് അനുയോജ്യമായ ആൻസർ പാരാമാഗ്നറ്റിക്കുമാണ്, ബോണ്ട് ഓർഡർ ഈക്വൽ ടു 2 ആണ്. ഇവിടെ എഴുതിയത് ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അപ്പം ബോണ്ട് ഓർഡർ 2-മാണ്. അപ്പോൾ O2-ന് 2 ആൻസറുണ്ട്, പിയും എസും. ദെർഫോർ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് 2. റിഡോക്സ് റിയാക്ഷനിലെ റിയാക്ഷനാണ്. ഫസ്റ്റ് റിയാക്ഷൻ CuSO4 plus Zn gives Cu plus ZnSO4. Copper plus 2 becomes 0. Zn0 becomes plus 2. Redox reaction ആണ്. പിന്നെ ഇവിടെ എന്തിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്? മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദിസ് ഇസ് എ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്, നോൺ മെറ്റൽ അല്ല, മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ 1-ന് നേരെ ഒറ്റ ആൻസറേ ഉള്ളൂ, ഇറ്റ് ഈസ് 1-ന് നേരെ എസ് മാത്രം, റിഡോക്സ് റിയാക്ഷൻ. ഇത് നോൺ മെറ്റലാണ്, നമുക്കിവിടെ മെറ്റലാണ് വന്നത്, അതുകൊണ്ട് 1-ന് നേരെ എസ് ഉള്ളി. നെക്സ്റ്റ് വൺ, KClO3. KClO3 gives KCl plus oxygen. ഒരു മോളിക്കൂൾ മുറിഞ്ഞ് 2 പീസുകളായെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇത് ഡീകമ്പോസിഷനാണ്. ഇവിടെ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കിക്കേ. ഈ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പൊട്ടാസ്യം +1, chlorine X -6 is equal to 0. This is +5. But in potassium chloride -1. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം ക്ലോറേറ്റിൽ
പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ആ ഡീകമ്പോസിഷൻ KClO3 പ്ലസ് 3O2 ആണ് കിട്ടിയത്. ഓക്സിജൻ ആണെങ്കിൽ -2 ആണ്, ഓക്സിജൻ 0 ആണ്. ഇവിടെ ഓക്സിജൻ -2, ഇവിടെ ഓക്സിജൻ 0. അപ്പോൾ റിഡോക്സ് റിയാക്ഷനാണ്, ഇതൊരു ഡീകമ്പോസിഷനുമാണ്. അതുകൊണ്ട് രണ്ടാമത്തേതിന് 2 ആൻസറുകളുണ്ട്. ഡീകമ്പോസിഷനുമാണ്, റിഡോക്സുമാണ്. അതുകൊണ്ട് ഇതിന് നേരെ 6ഉം Sഉം. Next reaction is 3Cl2 plus 6OH minus gives 5Cl minus 1 plus ClO3 minus 1 plus H2O. ഇത് റിഡോക്സ് റിയാക്ഷനാണ്, അതോടൊപ്പം ഡിസ്പ്രപ്പോർഷനേഷനുമാണ്. What is a disproportionation reaction? Oxidation and reduction takes place for the same element. The chlorine oxidation number 0. Here chlorine oxidation number -1. Here oxidation number +5. ഇത് decrease, ഇത് increase. ഇത് രണ്ടും സംഭവിച്ചത് ഒരു വ്യക്തിക്കാണ്. This is a disproportionation. പക്ഷേ എല്ലാ ഡിസ്പ്രപ്പോർഷനേഷനും റിഡോക്സ് ആണ്. എല്ലാ റിഡോക്സും ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല. All disproportionation reactions are redox reaction, but all redox reactions are not disproportionation reaction. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പ്രത്യേകത പറയൂ. ഈ മൂന്നാമത്തെ റിയാക്ഷൻ്റെ പ്രത്യേകത അതൊരു ഡിസ്പ്രപ്പോർഷനേഷനാണ്. എല്ലാ ഡിസ്പ്രപ്പോർഷനേഷനും റിഡോക്സുമാണ്. അപ്പോൾ ഇതിന് ക്യൂവും കറക്റ്റാണ്, എസ്സും കറക്റ്റാണ്. Q and S. It is disproportionation. All disproportionation reactions are redox reaction. Therefore, Q is. Next, Cl2 plus 2Ki gives 2KCl plus I2. The പൊട്ടാസ്യം അയോഡൈഡിൽ നിന്നും അയോഡിൻ എന്ന നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു. Therefore, this is a non-metal displacement reaction. ഇനി ഇത് റിഡോക്സ് റിയാക്ഷനാണ്. ക്ലോറിൻ 0 -1, അയോഡിൻ -1 0. It is a redox reaction. അതുകൊണ്ട് ഇതിന് 2 ആൻസറുണ്ട്. That is P and S. പക്ഷേ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല. Therefore, it is P and S. Therefore, answer is option B. Next, how many integer type questions are? Integer ആണ്. How many position isomers are possible for tetrabromobenzene? നമുക്ക് ടെട്രാബ്രോമോ ബെൻസീൻ ഒന്ന് വരച്ച് നോക്കി അതിന് എത്ര പൊസിഷൻ ഐസോമേഴ്സ് പോസിബിൾ ആണെന്നൊന്ന് എണ്ണി നോക്കാം. This is 1, 2, 3, 4 ടെട്രാബ്രോമോബെൻസീൻ. ഇതൊരു ഐസോമറാണ്. ഇനി ബ്രോമിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാം. ഇത് മാറി. ദിസ് ഈസ് 1, 2, 3, 4, 5, 6. ഇറ്റ് ഈസ് 1, 2, 3, 5 tetrabromobenzene. They are position isomers. ബ്രോമിൻ്റെ പൊസിഷൻ മാറിയിരിക്കുന്നു. മറ്റൊരു സാധ്യത, next 1, 2, 3, 4, 5, 6. It is 1, 2, 4, 5 tetrabromobenzene. ഇനി നിങ്ങൾ ഇതേത് വരച്ചാലും ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാകാൻ കഴിയൂ. അതുകൊണ്ട് ഈ ടെട്രാബ്രോമോബെൻസീന്
ടോട്ടൽ പൊസിഷൻ ഐസോമേഴ്സ് 3 എണ്ണമേ നടത്തൂ. ഇനി ഈ ബ്രോമിൻ ഇങ്ങോട്ടൊന്ന് വന്നാൽ അത് 1 2 3 5 ആവും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരച്ച് നോക്കിക്കോളൂ. ഈ ബ്രോമിൻ ഇനി മാറ്റി വരച്ചാൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമല്ലാതെ മറ്റൊരു പൊസിഷൻ ഐസോമർസും ഉണ്ടാവില്ല. ആൻഡ് ദെയർഫോർ ആൻസർ ഈസ് 3. 3 isomers are possible. Next, number of moles of Mohr's salt required per mole of dichromate ion in acid medium. ആദ്യം അറിയണം Mohr's salt ആരാണ്. Mohr's salt is ferrous ammonium sulfate. ഇതാണ് Mohr's saltൻ്റെ ഫോമുല. നമുക്കിതൊന്നും അറിയണ്ട. Mohr's saltലുള്ളത് ഫെറസ് അയോൺ ആണെന്ന് അറിഞ്ഞാൽ മതി. ഡൈക്രോമേറ്റ് അയോൺ ഈസ് Cr2O7 2-. ആസിഡ് മീഡിയത്തിൽ എപ്പോഴും ഇത് Cr+3 ആയി മാറും. Potassium dichromate or dichromate is a very good oxidizing agent. It oxidizes ferrous to ferric. Ferrous becomes ferric. Fe+2 becomes Fe+3. Dichromate Cr2O7 2- becomes Cr+3. ഇവിടുത്തെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ നോക്കാം. 2 chromium 2x, 7 oxygen -14 is -2. X is +6. ഇത് +6 ആണ്. +6 +3 ആയി ചേഞ്ച് 3. പക്ഷേ ഇവിടെ 2 ക്രോമിയം ഉള്ളത് കൊണ്ട് 2 പേർക്ക് ചേഞ്ച് സംഭവിക്കുമ്പോൾ മൊത്തമുള്ള ചേഞ്ച് 6 വേണം. അപ്പോൾ റിയാക്റ്റൻറ്റിൽ എത്ര ആറ്റമുണ്ടോ അത്രയും ആറ്റം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore, in this case, change in oxidation number is 6. In this case, change in oxidation number is 1. Cross multiplication. 6 ഇവിടെ വരും, ഇവിടെയോ 1. Therefore, 6 ferrous reacts with 1 dichromate. 6 mole ferrousന് 1 mole dichromate വേണം. Question, number of Mohr's salt required per mole of dichromate. 1 mole dichromate എത്ര ഫെറസ് വേണം? Answer is 6. 1 mole dichromate requires 6 mole ferrous. Therefore, answer is 6. Next, how many correct statements are present in the following? ഇതെല്ലാം NCERT ടെക്സ്റ്റിലെ സെൻറ്റൻസുകളാണ്. Potassium permanganate ions can act as a self-indicator is correct statement. In titration using potassium permanganate, that is called permanganometry. No external indicator is necessary. Potassium permanganate itself is acting as an indicator. Therefore, 1 is correct statement. Next, dichromate ion oxidizes the indicator diphenylamine to produce intense blue color. Potassium dichromate വെച്ചുള്ള ടൈട്രേഷൻ്റെ പേരാണ് ഡൈക്രോമെട്രി. അവിടെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. Indicator is diphenylamine and dichromate oxidizes diphenylamine to a blue colored compound is correct. Second statement is correct. Next, permanganate acts as an oxidizing agent in acid, basic, neutral, medium. It is correct. 3 മീഡിയത്തിലും പെർമാംഗനേറ്റ് ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. Therefore, third statement is correct. Next, permanganate oxidizes potassium iodide to iodate in basic medium is a correct statement. That is, MnO4 -1 oxidizes potassium iodide in basic medium or neutral medium to give potassium iodide. എന്നാൽ ആസിഡ് മീഡിയം ആണെങ്കിൽ അയോഡിനായിരിക്കും. അത് പഠിച്ചു വെച്ചോണം.
In acid medium, potassium iodide will be oxidized to iodine. In basic or neutral medium, potassium iodide will be oxidized to potassium iodate. Therefore, fourth statement is correct. അതുകൊണ്ട് how many correct statements are present? Answer is 4. 4 correct statement ഉണ്ട്. Next, paragraph type questions. ഓരോ പാരഗ്രാഫിനെയും ബേസ് ചെയ്തുകൊണ്ട് അവിടെ 2 questions ഉണ്ടാകും. There is a very natural correlation between the orientation of the bonds to an atom and the spatial requirement for the bonding and non-bonding electron that reside at and hence occupy the space surrounding that atom. Electrons will tend to stay as far as apart from one another to minimize the repulsion. This indicates geometry of the molecule. Our question is, first question, the largest bond angle in the molecule of acetone is. What is the formula of acetone? CS3 C double bond O CS3. This carbon is hybridized sp2. ഇതോ sp3, ഇതും sp3. sp2 ആണെങ്കിൽ അതെന്തായിരിക്കും? ട്രൈഗണൽ പ്ലെനാർ ഷേപ്പാണ്. അതായത് CO ഗ്രൂപ്പ് ഇങ്ങനെ ഇരിക്കും. ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞിരിക്കും. ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. എന്നാൽ ഇതാണെങ്കിൽ sp3 ആണ്, ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ ഈസ് 109.5 ഡിഗ്രി. അതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് അസിറ്റോണിൽ 2 ടൈപ്പ് ബോണ്ടാങ്കിളുകളുണ്ട്. ഒന്ന് ടെട്രാഹിഡ്രലും ഒന്ന് ട്രൈഗണൽ പ്ലെനാറിൻ്റെ ബോണ്ടാങ്കിൾ ആയ 120യുമാണ്. ദെയർഫോർ ഇൻ അസിറ്റോൺ ലാർജസ്റ്റ് ബോണ്ടാങ്കിൾ ഈസ് 120 ഡിഗ്രി. അതായത് ഈ ആംഗിളാണ് 120 ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞത്, 120 ഡിഗ്രി. ദെയർഫോർ ആൻസർ ഓപ്ഷൻ ബി, 120 degree is the answer. Next, number of lone pairs on oxygen in water is same as that in water molecule. This is water molecule. Outermost shell of oxygen contains 6 electrons. ഇവിടെ ഒന്ന് പോയി ബാക്കി 4 എണ്ണമുണ്ട്. Therefore, outermost shell of oxygen in water contains 2 lone pairs. അപ്പോൾ ക്വസ്റ്റ്യൻ, സെൻട്രൽ ആറ്റത്തിൻ്റെ കയ്യിൽ ലോൺ പെയർ ഉള്ള വേറെ ഏത് മോളിക്യൂൾ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ClF3യിലേക്കൊന്ന് പോകാം. ClF3, chlorine belongs to 17th group in the periodic table. Outermost shell of chlorine contains 7 electrons. 7ൽ 3 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. ബാക്കി 4 ഇലക്ട്രോൺ ഉണ്ട്. Therefore, chlorine also contains 2 lone pair. Oxygen also contains 2 lone pair. Therefore, answer is ClF3. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനാണെങ്കിൽ 1 ലോൺ പെയറേ ഉള്ളൂ, ഇതിന് 1 ലോൺ പെയർ, ഇതിനാണെങ്കിൽ 3 ലോൺ പെയർ വരും. Therefore, answer is ClF3. Next, paragraph question. A chemical reaction is one in which old bonds are broken and 2 bonds are made. During the course of these changes, a variety of intermediates are formed before a starting material is converted to final products. Formation of these intermediate depends on several factors like bond energies, kinetics of reaction, etc. So the next question is, when a carbene is formed as an intermediate, final product formed when one of the substrate is but2ene. Who is carbene? CS2 containing 2 electrons. What is the formula of but2ene?
This is butadiene. This is butadiene. ഇവിടെ ഒരു CS2 വരുമ്പോൾ, അതായത് CS2, ആ CS2ൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ദാറ്റ് ഇൻ്റർമീഡിയറ്റ് ഇസ് കോൾഡ് കാർബീൻ. അപ്പം ദിസ് കാർബീൻ വെൻ ട്രീറ്റഡ് വിത്ത് ദിസ് മോളിക്യൂൾ ആൻഡ് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്? ദാ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. പൈ ബോൺസ് ആർ വെരി വീക്ക്. ഈ പൈ ഇലക്ട്രോണുകൾ അല്ലെ പൈ ബോണ്ട് പെട്ടെന്ന് പൊട്ടിയാൽ ഇതിലൊരു ഇലക്ട്രോണും ഒരു ഇലക്ട്രോണുമായി ചേരുന്നു, ഇതും ചേരുന്നു. ദ പ്രോഡക്റ്റ് ഈസ് CH3CH CH3. ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണുമായി ചേർന്നൊരു ബോണ്ടുണ്ടായി CS2. ഇനി ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണുമായി ചേർന്നൊരു ബോണ്ടുണ്ടായി. This is the product produced, and therefore answer is option C. That is the only possibility for the formation of the product between carbene and butadiene. Next, identify the correct statement among the following. A. An electrophile has always positive charge. തെറ്റ്. ദ ബോറോൺ ട്രൈഫ്ലോറൈഡ് എടുക്കാം. ബോറോൺ ട്രൈഫ്ലോറൈഡിന് ചാർജില്ല. പക്ഷേ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മൊത്തം 6 ഇലക്ട്രോണേ ഉള്ളൂ. ഇലക്ട്രോണിന് വേണ്ടി കഷ്ടപ്പെടുന്ന ദാഹിക്കുന്ന ഒരാളാണ് BF3. ദിസ് ഇസ് എ ന്യൂട്രൽ ഇലക്ട്രോഫൈൽ. അതേസമയം NO2+ ചാർജുള്ള ഇലക്ട്രോഫൈലാണ്. BF3 അതുപോലെ അലൂമിനിയം ക്ലോറൈഡ്, ഇതിൻ്റെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണേ ഉള്ളൂ. ഒക്ടറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രോണിൽ കടുത്ത ദാരിദ്ര്യമുള്ളവരാണ്. ദിസ് ഈസ് എ ന്യൂട്രൽ ഇലക്ട്രോഫൈൽ. ദിസ് ഈസ് എ പോസിറ്റീവ് ഇലക്ട്രോഫൈൽ. അതുകൊണ്ട് ഇലക്ട്രോഫൈൽ ഹാസ് ഓൾവേസ് പോസിറ്റീവ് ചാർജ്. തെറ്റ്. നെക്സ്റ്റ്, എ ന്യൂക്ലിയോഫൈൽ ഹാസ് ഓൾവേസ് നെഗറ്റീവ് ചാർജ്. അതും തെറ്റ്. കാരണം ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ലോൺ പെയറുള്ള എല്ലാവരും ന്യൂക്ലിയോഫൈലാണ്. വാട്ടറിലെ ഓക്സിജൻ്റെ കയ്യിൽ 2 ലോൺ പെയറുണ്ട്. അത് ന്യൂട്രൽ ന്യൂക്ലിയോഫൈലാണ്. അമോണിയ ഈസ് എ ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ. വാട്ടർ ഈസ് എ ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ. പിന്നെ Cl-OH- അതെല്ലാം നെഗറ്റീവ് ന്യൂക്ലിയോഫൈലാണ്. അപ്പം ന്യൂക്ലിയോഫൈൽ നെഗറ്റീവുമാകാം ന്യൂട്രലുമാകാം. Therefore this statement is wrong. Next one. Cn- can act as an ambidentate nucleophile is correct. That is, Cn- is a nucleophile, Nc- is a nucleophile. രണ്ടിലും അറ്റാച്ച് ചെയ്യുന്ന ആറ്റം ഡിഫറൻ്റ് ആണ്. ഇത്തരം ന്യൂക്ലിയോഫൈലിന് പറയുന്ന പേരാണ് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ. അതായത് ഡോണർ ആറ്റം മാറും. ഹിയർ ഡോണർ ആറ്റം ഈസ് കാർബൺ, ഹിയർ ഡോണർ ആറ്റം ഈസ് നൈട്രജൻ. ദെയർഫോർ ഇറ്റ് ഈസ് ആൻ ആംബിഡൻറ്റേറ്റ് എന്നും പറയാം, ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ. ദെയർഫോർ കറക്റ്റ് ആൻസർ ഈസ് Cn- can act as an ambident nucleophile. നെഗറ്റീവ് ചാർജുള്ള ആറ്റം മാറുന്നു. ദാറ്റ് ഈസ് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ. നെക്സ്റ്റ്, ഇൻ CH3Br methyl group carries slight positive charge. Methyl magnesium bromide. Magnesium is highly electropositive metal. That is alkaline earth metal ആണ് magnesium. അതുകൊണ്ട് ഇത് കാർബണാണ്. CH3MgBr. കാർബണും മഗ്നീഷ്യവുമായുള്ള വടംവലിയിൽ ആര് ജയിക്കും? മഗ്നീഷ്യവും കാർബണും തമ്മിലുള്ള വടംവലിയിൽ കാർബണെ ജയിക്കൂ, മഗ്നീഷ്യം തോറ്റുപോകും. മഗ്നീഷ്യം ഈസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ. അതുകൊണ്ട് മീഥൈൽ ഗ്രൂപ്പിലെ കാർബണിന് നെഗറ്റീവ് ചാർജും മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജുമേ ഉണ്ടാകൂ. ദെയർഫോർ മീഥൈൽ ഗ്രൂപ്പ് ക്യാരീസ് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. തെറ്റ്. മീഥൈൽ ഗ്രൂപ്പ് ക്യാരീസ് സ്ലൈറ്റ് negative charge because magnesium is more electropositive than carbon. Therefore D is a wrong statement. Therefore only one correct answer, option C. Understood?
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റിയെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധയോട് കേട്ട് ആൻസർ മനസ്സിലാക്കണം. വിത്ത് ദിസ് ഐ കൺക്ലൂഡ്. താങ്ക് യു വെരി മച്ച്.